പ്രണയതീരം ഭാഗം 15. വേഗം റെഡിയായി വാ, ഞാൻ താഴെ കാറിൻ്റെ അടുത്ത് കാണും. ശരിയടാ, ഒരു 5 മിനിറ്റേ. ആദ്യം റെഡിയായി താഴെ വരുമ്പോൾ കാർത്തികയും കിച്ചുവും കാറിൻ്റെ അടുത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഒന്ന് വേഗം വാ എൻ്റെ ആദി. കാർത്തിക പിന്നിലെ ഡോർ തുറന്ന് കാറിൽ കയറി. കൂടെ ആദിയും കയറാൻ പോയപ്പോൾ കിച്ചു, ഡാ ആദി, ഞാൻ നിന്റെ ഡ്രൈവറല്ല, ഒന്ന് മുന്നിൽ കയറടാ. അതോ ഇവിടെ തന്നെ നിൽക്കുവാണോ? കിച്ചു കലിപ്പൻ ഭാവത്തിൽ ചോദിച്ചു. ആദി ദേഷ്യത്തിൽ കിച്ചുവിനെ നോക്കി മുന്നിൽ വന്ന് കയറി. കാർത്തികയും കിച്ചുവും അവൻ്റെ മുഖം കണ്ട് ചിരിച്ചു. കിച്ചു വണ്ടി ഒരു റെസ്റ്റോറൻറ്റിൽ കൊണ്ടുവന്ന് നിർത്തി. കാറിൽ നിന്നും ഇറങ്ങി. അവിടെ ഒരു കാറിൽ ചാരി ഒരു പെൺകുട്ടി നിൽക്കുന്നിടത്തേക്ക് കിച്ചു നടന്നു ചെന്നു. എത്ര നേരം കിച്ചുവേട്ടാ ഞാൻ കാത്തു നിൽക്കുന്നത്? എൻ്റെ കീർത്തനക്കുട്ടി, ദേ അവൻ കാരനാണ് ഇത്രയും വൈകിയത്. കാറിൽ നിന്നും ഇറങ്ങി അവരെ നോക്കി നിൽക്കുന്ന ആദിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കിച്ചു പറഞ്ഞു. കാർത്തിക ഓടി കീർത്തനയുടെ അടുത്തേക്ക് ചെന്നു. ചേച്ചി വരുന്ന കാര്യം കിച്ചുവേട്ടൻ പറഞ്ഞില്ലല്ലോ. അവരുടെ അടുത്തേക്ക് വന്ന് ആദി കീർത്തനയെ നോക്കി. ഇത് കല്യാണിയുടെ ചേച്ചിയല്ലേ? ഇവരുടെ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ഇത് കാർത്തികയുടെ ചേച്ചിയല്ല, ഏട്ടത്തിയമ്മയാണ്. അതായത് മിസ്സിസ് കിഷോർ, എൻ്റെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണ്. കല്യാണം ഉറപ്പിച്ചതാ ഞങ്ങളുടെ. പക്ഷേ കാർത്തികയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ മതിയെന്ന് ഞങ്ങൾ തീരുമാനിച്ചതാണ്. എടാ കിച്ചു, നീ എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. എന്നിട്ട് അതൊക്കെ പിന്നെ പറയാം. നീ വേണമെങ്കിൽ നിന്റെ പെണ്ണിനെയും കൊണ്ട് ഒന്ന് കറങ്ങിയിട്ട് വാ. അപ്പോഴേക്കും ഞാൻ എൻ്റെ പെണ്ണിനെയും കൊണ്ട് ഒന്ന് കറങ്ങിയിട്ട് വരാം. കിച്ചു കാറിൻ്റെ താക്കോൽ ആദിയെ ഏൽപ്പിച്ചു. ആദി സന്തോഷം കൊണ്ട് കിച്ചുവിനെ കെട്ടിപ്പിടിച്ചു. എടാ മതി മതി, എന്നെ മുറുക്കി കൊല്ലാതെ. എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താടാ കിച്ചു? ഇപ്പോൾ കാണുന്ന രൂപത്തിൽ തന്നെ എൻ്റെ പെങ്ങളെ എനിക്ക് തിരിച്ചു തരണം കേട്ടോ? ആദി അവനെ നോക്കി ചിരിച്ചു. എടാ കിച്ചു, അവളെൻ്റെ ജീവനല്ലേടാ. അവളെ ഞാൻ വേദനിപ്പിക്കുമോ? അവൾക്ക് വേദനിച്ചാൽ എനിക്ക് എന്തുമാത്രം വേദനിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞതാ. ആദി കിച്ചുവിൻ്റെ കയ്യിൽ പിടിച്ചു. ഞാൻ അവളെ എൻ്റെ ശരീരത്തിൽ ജീവനുള്ള കാലത്തോളം ഒരിക്കലും ആ കണ്ണ് നിറയാതെ നോക്കിക്കൊള്ളാം. ഇത് ആദിയുടെ വാക്കാണ്. എടാ ആദി, നീ എന്തിനാ ഇത്രയും വിഷമിക്കുന്നത്? ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. ഇല്ല കിച്ചു, ഒരു തമാശയ്ക്ക് പോലും ഞാൻ അവളെ വേദനിപ്പിച്ചു എന്ന് ആരും പറയുന്നത് എനിക്കിഷ്ടമല്ല. എനിക്കറിയാം ആദി, നീ അവളെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. അത് നീ പറഞ്ഞ് എന്നെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ലടാ. ചെല്ല്, നീ അവളെയും കൊണ്ട് ഒന്ന് കറങ്ങിയിട്ട് വാ. നീ ഇതുവരെ അവളുടെ മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടില്ലല്ലോ. അവൾക്കും പറയാനുണ്ടാവും. അതുകൊണ്ട് ചെന്ന് സംസാരിക്കേ. ഞാൻ ഇവിടെ വരുമ്പോൾ വിളിക്കാം. അപ്പോൾ നിങ്ങൾ വന്നാൽ മതി. പിന്നെ നീ അവളെ വേദനിപ്പിക്കില്ല എന്നൊക്കെ എനിക്കറിയാം. പക്ഷെ നിന്റെ സ്നേഹത്തിൻ്റെ അളവ് ഒന്ന് കുറച്ച് പ്രകടിപ്പിച്ചാൽ മതി എൻ്റെ പെങ്ങളോട്, കേട്ടോടാ? മതി മതി, നിന്റെ പെണ്ണതേ അവിടെ നോക്കി നിന്ന് വിഷമിക്കുന്നുണ്ട്. ചെല്ല്, ആദി കിച്ചുവിനെ നോക്കി പറഞ്ഞു. കിച്ചു കീർത്തനയും കൊണ്ട് പോയി കഴിഞ്ഞ് ആദി കല്യാണിയുടെ അടുത്തേക്ക് ചെന്ന് കാറിൽ കയറി. ആദി ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കല്യാണിയെ നോക്കി. നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്? ആദിയേട്ടൻ്റെ ഇഷ്ടം, കല്യാണി പറഞ്ഞു. പെട്ടെന്ന് ആദി കാറിൻ്റെ ബ്രേക്കിൽ ചവിട്ടി. കാറ് പെട്ടെന്ന് നിന്നു. ആദി കല്യാണിയെ നോക്കി. താനെന്താ വിളിച്ചേ? ആദിയേട്ടാന്നോ? ആദിയേട്ടാ, വണ്ടി ഒതുക്കി നിർത്ത്, പുറകെ വണ്ടികൾ ഓണടിക്കുന്നു. കല്യാണി പറഞ്ഞപ്പോഴാണ് ആദി അത് ശ്രദ്ധിച്ചത്. ആദി കാർ റോഡിൻ്റെ സൈഡിൽ ഒതുക്കി നിർത്തി കല്യാണിയെ നോക്കി. താൻ എന്നെ ആദിയേട്ട എന്ന് വിളിക്കുന്നത് കേൾക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അത് പെട്ടെന്ന് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ തന്നെ കല്യാണി എന്ന് വിളിക്കണോ അതോ കാർത്തിക എന്ന് വിളിക്കണോ? ആദിയേട്ടൻ്റെ ഇഷ്ടം. ഞാൻ തൻ്റെ പേരിനെ അല്ലല്ലോ ഇഷ്ടപ്പെട്ടത്, തന്നെയല്ലേ ഇഷ്ടപ്പെട്ടത്. പക്ഷേ ഞാൻ ആദ്യം കേട്ടത് കല്യാണി എന്ന പേരായതുകൊണ്ട് കല്യാണി എന്ന് തന്നെ വിളിക്കാം, അല്ലേ? നമുക്ക് കുറച്ച് സമയം എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കാം. ഒരു കോഫി ആയാലോ? കല്യാണി ആദിയെ നോക്കി. സമ്മതിച്ചു. ആദി കല്യാണിയും കൊണ്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി വണ്ടി നിർത്തി. കല്യാണിയും കൂട്ടി അങ്ങോട്ട് കയറി. തിരക്ക് ഒട്ടും തന്നെ ഇല്ലാത്ത നല്ല ഭംഗിയുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. ആദി കല്യാണിയോട് തനിക്ക് എന്താ വേണ്ടത് എന്ന് ചോദിച്ചു. കല്യാണി ഒരു ജ്യൂസ് പറഞ്ഞു. ആദിയും ജ്യൂസ് ഓർഡർ ചെയ്തു. ആദി കല്യാണിയെ നോക്കി ചോദിച്ചു, തനിക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? കല്യാണി തല കുലുക്കിക്കൊണ്ട് പറയാനുണ്ട് എന്ന് പറഞ്ഞു. ആദ്യേട്ടാ, ഞാൻ എന്തുകൊണ്ടാണ് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഏട്ടന്മാരുടെയും അടുത്ത് നിന്ന് മാറി മറ്റൊരു വീട്ടിൽ വേറൊരു അച്ഛൻ്റെയും അമ്മയുടെയും മകളായി നിന്ന് പഠിക്കുന്നതെന്ന് ഇതുവരെ ചോദിക്കാത്തതെന്ന്
എനിക്കറിയാം. അതിൻ്റെ കാരണം കിച്ചുവേട്ടൻ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ജീവൻ എല്ലാവർക്കും പേടിയാണ്. കാരണവും ആദ്യേട്ടനെ അറിയാമെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ എന്നെ ജീവിതത്തിലേക്ക് കൂട്ടുമ്പോൾ ആദ്യേട്ടനും എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് എനിക്ക് പേടിയുണ്ട്. അത് പറയുമ്പോൾ കല്യാണിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആദി ടേബിളിൽ വെച്ചിരുന്ന കല്യാണിയുടെ കയ്യിൽ പിടിച്ചു. നിന്നെ കണ്ട അന്നു മുതൽ നീ എൻ്റേതാണെന്ന് എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറയുന്നത് പോലെ എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ നിന്നെ കുറച്ച് ദിവസം കാണാതിരുന്നപ്പോൾ, നിന്നെക്കുറിച്ച് ഒരു കാര്യവും അറിയാതെ വന്നപ്പോൾ എനിക്ക് നിന്നെ നഷ്ടപ്പെട്ടു എന്ന് കരുതി. പക്ഷേ എന്നും നീ പ്രാർത്ഥിക്കുന്ന ഭഗവാൻ ശിവൻ എനിക്ക് വീണ്ടും നിന്നെ എൻ്റെ മുന്നിൽ എത്തിച്ചു. എൻ്റെ പെണ്ണായി, എൻ്റെ ജീവൻ്റെയും ജീവിതത്തിൻ്റെയും ഭാഗമായി നീ ഇനി എന്നും എൻ്റെ കൂടെ മരണം വരെ ഉണ്ടാകും. അത് പറയുമ്പോൾ ആദിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആദിക്ക് തന്നോടുള്ള സ്നേഹം കല്യാണി തിരിച്ചറിയുകയായിരുന്നു. ആദിയും കല്യാണിയും പരസ്പരം തുറന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു. ആദിയുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും കല്യാണിയുടെ ഇഷ്ടങ്ങൾ ആദിയും മനസ്സിലാക്കുകയായിരുന്നു. കല്യാണി കൂട്ടുകാരെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടെന്ന് ആദിക്ക് തോന്നി. കിച്ചുവിൻ്റെ ഫോൺ വിളി കേട്ടാണ് രണ്ടുപേരും സംസാരം നിർത്തിയത്. കിച്ചുവിനെയും കീർത്തനെയും ആദി റെസ്റ്റോറൻറ്റിലേക്ക് വിളിച്ചു. അവരും വന്നതിന് ശേഷം നാളെ നടക്കാനിരിക്കുന്ന പെണ്ണുകാണൽ ചടങ്ങിൽ നിന്നും എങ്ങനെ തലയൂരാം എന്നായി ചർച്ച. ചെക്കൻ്റെ ഒരു ഫോട്ടോ പോലും മുത്തശ്ശൻ കാണിക്കാത്തതിൽ കിച്ചുവിന് അതിശയം പറഞ്ഞിരുന്നു. എന്തായാലും നാളെ കണ്ടിട്ട് തീരുമാനിക്കാം എന്ന് പറഞ്ഞ് കീർത്തനയോട് യാത്ര പറഞ്ഞ് അവർ വീട്ടിലേക്ക് തിരിച്ചു. സന്ധ്യയ്ക്ക് മുമ്പ് വീട്ടിലെത്തി. വേഗം കുളിച്ച് ദീപാരാധനയ്ക്കായി അമ്പലത്തിലേക്ക് മുത്തശ്ശിയുടെ ഒപ്പം കല്യാണിയും നടന്നു. ഞാനും ഉണ്ട് അമ്പലത്തിലേക്ക് എന്ന് പറയുന്നത് കേട്ട് തിരിഞ്ഞു നോക്കിയ കല്യാണിയും മുത്തശ്ശിയും കാണുന്നത് ആദിയെയാണ്. വാ ആദി മോനെ. മുത്തശ്ശി ആദിയുടെ കയ്യിൽ പിടിച്ചു. മുത്തശ്ശിയുടെ ഒരു കയ്യിൽ പിടിച്ച് ആദിയും മറ്റേ കയ്യിൽ കല്യാണിയുമായി മുത്തശ്ശി അമ്പലത്തിൻ്റെ തിരുനടയിലേക്ക് കയറി നിന്നു. അമ്പലത്തിൽ ദേവീ നടയിൽ നിന്നും ആരും കാണാതെ ആദി കല്യാണിയുടെ കയ്യിൽ പിടിച്ചു. ഈ കൈ എന്നും എൻ്റെ കയ്യിൽ ഉണ്ടാകണമെന്ന് മനസ്സൊരുക്കി നടയിൽ നിന്നും രണ്ടുപേരും പ്രാർത്ഥിച്ചു. അമ്പലത്തിൽ നിന്ന് തിരിച്ച് തറവാട്ടിലെത്തുമ്പോൾ എല്ലാവരും കൂടി ഹാളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. മുത്തശ്ശൻ നാളെ വരുന്ന ചെക്കനും കൂട്ടരെയും യാതൊരു കുറവും വരാതെ സ്വീകരിക്കണമെന്ന് എല്ലാവർക്കും മുന്നറിയിപ്പ് കൊടുത്തു. ആദിയും കിച്ചുവും പരസ്പരം നോക്കി. ആദി കിച്ചുവിനെ ചിരിച്ചുകൊണ്ട് കണ്ണടച്ച് കാണിച്ചു. എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് കുറച്ചു നേരം പുറത്തെ പൂന്തോട്ടത്തിൽ സംസാരിച്ചിരുന്നു. ആദി ഫോണിൽ സംസാരിച്ചുകൊണ്ട് മാറി നിൽക്കുന്നുണ്ട്. കല്യാണി ഒന്നും പറയാതെ ഇവിടെയൊന്നും ശ്രദ്ധിക്കാതെ ഇരിക്കുന്നത് കണ്ട കിച്ചു, മോളെ പോയി കിടന്ന് ഉറങ്ങിക്കോ, നാളെ നേരത്തെ എഴുന്നേക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞ് കല്യാണിയെ പറഞ്ഞു വിട്ടു. ആദിയെ നോക്കി അവളുടെ കൂടെ ചെല്ലാൻ കണ്ണുകൊണ്ട് കാണിച്ചു. ആദി ഫോണിൽ സംസാരിച്ചുകൊണ്ട് തന്നെ അകത്തേക്ക് കയറിപ്പോയി. കല്യാണിയുടെ മുറിയുടെ വാതിക്കൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആദി അവളെ പിടിച്ചു. ഒന്ന് പേടിച്ചു പോയെങ്കിലും ആദിയുടെ സാമീപ്യം കല്യാണി തിരിച്ചറിഞ്ഞിരുന്നു. ആദി അവളെയും കൊണ്ട് മുറിയിൽ കയറി വാതിലടച്ചു. കല്യാണി അവൻ്റെ മുഖത്ത് നോക്കാതെ താഴേക്ക് നോക്കി തന്നെ നിന്നു. ആദി കല്യാണിയുടെ മുഖം പിടിച്ച് ഉയർത്തി നോക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞ് കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. കല്യാണി, നീ എന്തിനാ കരയുന്നത്? നാളത്തെ കാര്യം ഓർത്തിട്ടാണെങ്കിൽ ഞാനില്ലേ നിന്റെ കൂടെ? നിന്റെ കൂടെ ഈ ആദിത്യ എപ്പോഴും ഉണ്ടാകും. ആദിയേട്ടാ, എനിക്ക് മറ്റൊരാളുടെ മുന്നിൽ ചെന്ന് നിന്ന് കൊടുക്കാൻ പറ്റില്ല. എനിക്ക് ആലോചിക്കുമ്പോഴേ സങ്കടം വരുന്നു. എന്തിനാ എൻ്റെ കല്യാണി അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്? ഈ ഞാനുള്ളപ്പോൾ മറ്റൊന്നിനെക്കുറിച്ചും എൻ്റെ പെണ്ണ് ആലോചിക്കേണ്ട കാര്യമില്ല. എന്നെക്കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി, കേട്ടോ? ആദി അവൻ്റെ നെറ്റി അവളുടെ നെറ്റിയിൽ മുട്ടിച്ചു. ഇന്ന് എൻ്റെ കല്യാണി എൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങിയാൽ മതി, വാ. ആദി കല്യാണിയുടെ കട്ടിലിൽ ചാരിയിരുന്നു. കല്യാണിയെ പിടിച്ച് അവൻ്റെ മടിയിൽ തലവെച്ച് കിടത്തി. പതിയെ തലയിൽ തലോടി കൊടുത്തു. കല്യാണിയുടെ കണ്ണുകൾ അടഞ്ഞു തുടങ്ങിയിരുന്നു. കല്യാണി ഉറങ്ങിയെന്ന് മനസ്സിലായ ആദി അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു. ഇപ്പോൾ നീ സുരക്ഷിതമായ എൻ്റെ കൈകളിലാണ്. നിന്റെ സന്തോഷത്തിൽ മാത്രമല്ല, സങ്കടത്തിലും ഞാനുണ്ടാകും, ഇതുപോലെ ചേർത്ത് പിടിച്ച്. ഇന്ന് നീ നാളത്തെ കാര്യം ഓർത്ത് ഉറങ്ങില്ല എന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ എൻ്റെ സാമീപ്യം നിനക്ക് ഒരു ആശ്വാസമാകും എന്ന് എനിക്കറിയാം. നന്നായി ഉറങ്ങിക്കോ, ഞാനുണ്ടാകും നിന്റെ കൂടെ. ആദി അവളുടെ തലയിൽ തലോടിക്കൊണ്ട് തന്നെ ഇരുന്നു. എപ്പോഴോ അവനും ഉറക്കത്തിലേക്ക് വഴുതി വീണു. കല്യാണി കണ്ണു തുറന്നു നോക്കുമ്പോൾ കട്ടിലിൽ ചാരി ആദി ഉറങ്ങുന്നു. കല്യാണി എഴുന്നേറ്റ് സമയം നോക്കി.
3 മണി. ഇത്രയും നേരം താൻ ആദിയുടെ മടിയിൽ കിടന്ന് ഉറങ്ങിയത് ഓർത്തപ്പോൾ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. കല്യാണി വേഗം കട്ടിലിൽ ചാരിയിരുന്നു. അവളുടെ തോളിലേക്ക് ആദിയുടെ തല ചാരി വെച്ചു കൊടുത്തു. ആദി ഉറക്കത്തിലും അവന് പറ്റുന്ന രീതിയിൽ തല കല്യാണിയുടെ തോളിലേക്ക് ചേർത്ത് വെച്ച് കിടന്നു. കല്യാണിയും പതിയെ ഉറക്കത്തിലേക്ക് പോയി. രാവിലെ ആദി കണ്ണു തുറക്കുമ്പോൾ അടുത്ത കല്യാണി ഉണ്ടായിരുന്നില്ല. മുറിയിലും കല്യാണി കണ്ടില്ല. പക്ഷേ മുറിയിലെ വാതിൽ തുറന്നിട്ടില്ല. കല്യാണി കുളിക്കാൻ കുളത്തിലേക്ക് പോയിട്ടുണ്ടാകുമെന്ന് ആദിക്ക് മനസ്സിലായി. ആദിയും കുളത്തിലേക്കുള്ള വാതിലിനടുത്തേക്ക് ചെന്നു. കുളത്തിലേക്കുള്ള പടികൾ ഇറങ്ങി ചെല്ലുമ്പോൾ കുളത്തിൽ നിന്നും ഒരു പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. കല്യാണി കുളി കഴിഞ്ഞ് ഈറൻ മാറി മുടി അഴിച്ചിടുന്നതാണ് ആദി കണ്ടത്. ശബ്ദമുണ്ടാക്കാതെ പുറകിൽ ചെന്ന ആദി അവളെ പിടിച്ചു. കല്യാണിക്ക് ഒരു പേടിയും തോന്നിയില്ല. ആദിയേട്ടാ, വേഗം പൊയ്ക്കോ. ആരെങ്കിലും കാണുന്നതിന് മുമ്പ് പുറത്തേക്ക് ഇറങ്ങാൻ നോക്ക ആദിയേട്ടാ. കല്യാണി, നീ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ ഞാനാണെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? അവളുടെ ഉത്തരം ഒരു പുഞ്ചിരിയിൽ ഒതുക്കി. ആദിയേട്ടാ, വേഗം പുറത്തേക്ക് ചെല്ല്. ആരെങ്കിലും വന്നാൽ തീർന്നു. ഇന്നാണെങ്കിൽ എനിക്ക് നല്ല ടെൻഷനുള്ള ദിവസമാണ്. ഞാൻ വരാൻ പോകുന്ന ആളെക്കുറിച്ച് ഓർത്ത് എങ്ങനെ ഇതിൽ നിന്നും രക്ഷപ്പെടുമെന്നോർത്ത് വളരെയധികം പേടിച്ചിരിക്കുകയാണ്. അത് പറയുമ്പോൾ അവളുടെ ശബ്ദം ഇടറിയിരുന്നു. ആദ്യം അവളെ അവനോട് ചേർത്ത് നിർത്തി. ഞാനില്ലേ നിന്റെ കൂടെ? പിന്നെ എന്തിനാ എൻ്റെ പെണ്ണ് പേടിക്കുന്നത്? ഞാൻ ശരിയാക്കും എല്ലാം. ഇന്ന് നീ ഒരുങ്ങുന്നത് എനിക്ക് വേണ്ടിയാകണം. ഞാനാണ് നിന്നെ കാണാൻ വരുന്നത്. അങ്ങനെ മാത്രമേ ചിന്തിക്കാവൂ. മനസ്സിലായോ? കല്യാണി ഒന്നും മനസ്സിലാവാതെ അവനെ നോക്കി. ഈ കുഞ്ഞു തല ഒന്നും ആലോചിച്ച് വേർക്കണ്ട കേട്ടോ. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ? കല്യാണി ഒന്ന് മൂളി. ആദി പോകാൻ തിരിഞ്ഞതും പെട്ടെന്ന് തന്നെ എന്തോ ഓർത്തതുപോലെ നിന്നു. ഞാൻ തരാൻ വന്നത് തന്നില്ല എന്ന് പറഞ്ഞ് അവളുടെ ചുണ്ടുകളെ ചുംബിച്ചു. പതിയെ നുണഞ്ഞു. കല്യാണി ഒന്ന് ഉയർന്നു പൊങ്ങി. ആദി 2 കൈകളും അവളുടെ ഇടുപ്പിൽ അമർത്തി. അവളുടെ കണ്ണുകൾ പതിയെ അടഞ്ഞു. ശ്വാസം മുട്ടിയിട്ടും അവളെ അവൻ നുകർന്നുകൊണ്ടിരുന്നു. ഉമിനീരിൽ ചോരയുടെ രുചി കലർന്നതും അവൻ അവളെ മോചിപ്പിച്ചു. അപ്പോഴും കല്യാണിയുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞിരുന്നു. പക്ഷെ ശ്വാസം കിട്ടാതെ അവൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. കല്യാണി, നീ ഓക്കെ ആണോടാ? ആദി അവളുടെ മുഖം കൈക്കുമ്പിൽ എടുത്തുകൊണ്ട് ചോദിച്ചു. ഞാൻ ഓക്കെയാ എന്നവൾ കിതച്ചുകൊണ്ട് തന്നെ മറുപടി പറഞ്ഞു. നിനക്ക് ശ്വാസം കിട്ടാതെ വന്നപ്പോൾ എന്നെ ഒന്ന് തള്ളി മാറ്റായിരുന്നില്ലേ കല്യാണി? എന്തിന്? എൻ്റെ ആദ്യേട്ടൻ്റെ ഈ സ്നേഹത്തിന് മുന്നിൽ എനിക്ക് ഒന്നും എതിർത്ത് പറയണ്ട. കല്യാണി ആദിയുടെ മുഖം അവളുടെ കൈക്കുമ്പിളിൽ പിടിച്ചുകൊണ്ട് അവൻ്റെ കണ്ണിൽ നോക്കി പറഞ്ഞു. എനിക്കും ഈ സ്നേഹം, ഈ പ്രണയം എത്ര നുകർന്നാലും മതിയാകില്ല ആദ്യേട്ടാ. ഇങ്ങനെ നിന്ന് മരിച്ചു പോയാലും ഞാൻ തള്ളി മാറ്റുകയോ ഒന്ന് പിടയുക പോലും ചെയ്യില്ല. അത്രയ്ക്ക് ജീവനാണ് എൻ്റെ ആദ്യേട്ടനെ. അതെ, ഞാൻ തന്നെയാണ് നീ തന്നെയാണ് ഞാൻ. ആദി അവളുടെ കണ്ണുകളിൽ നോക്കി പറഞ്ഞു. ആദി കല്യാണിയുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു. വേഗം റെഡിയായി താഴേക്ക് വരാൻ പറഞ്ഞുകൊണ്ട് ആദി പുറത്തേക്ക് പോയി. കല്യാണി റെഡിയായി താഴെ ചെല്ലുമ്പോൾ എല്ലാവരും ഹാളിൽ ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവളെ കണ്ടതും മുത്തശ്ശി, മോളെ, നിനക്ക് ഉടുക്കാനുള്ള സാരിയെല്ലാം ഞാൻ മീനുവിൻ്റെ കയ്യിൽ കൊടുത്തു വിടാം. ചെക്കനും കൂട്ടരും കുറച്ച് സമയത്തിനുള്ളിൽ എത്തും. മോള് ചെന്ന് ഒരുങ്ങിയിട്ട് വാ. കല്യാണി അവിടെ ഇരുന്ന കിച്ചുവിനെ സങ്കടത്തോടെ നോക്കി. അത് കണ്ട കിച്ചു 2 കണ്ണും അടച്ച് അവളെ നോക്കി പുഞ്ചിരിച്ചു. തല കൊണ്ട് ചെല്ല് എന്ന് കാണിച്ചു. ഇത് കണ്ട കല്യാണി പതിയെ തലയാട്ടി കാണിച്ചുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോകുമ്പോൾ താഴേക്ക് ആദി ഇറങ്ങി വരുന്നത് കണ്ടത്. ആദി കല്യാണിയെ നോക്കിയപ്പോൾ അവളുടെ ചുണ്ടിൽ നനുത്ത ഒരു പുഞ്ചിരി വിടർന്നു. അവളുടെ അടുത്തെത്തിയതും അവൾക്ക് മാത്രം കേൾക്കാവുന്ന ശബ്ദത്തിൽ ആദി പറഞ്ഞു, ഞാനുണ്ട് കൂടെ. വേഗം റെഡിയായിട്ട് വാ. ഞാൻ താഴെ കാത്തിരിക്കും. കല്യാണി ഒന്ന് പുഞ്ചിരിക്കുകയോ മാത്രം ചെയ്തുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി. റൂമിൽ മീനു അവൾക്കായി ഉടുക്കാനുള്ള സാരിയുമായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. സാരി മാത്രമല്ല, ആഭരണങ്ങളും ഉണ്ടെന്ന് കല്യാണി കണ്ടു. നീ പോയിക്കോ മീനു, ഞാൻ തനിയെ റെഡിയായി വന്നോളാം. മീനു ഒന്ന് സംശയിച്ച് നിന്ന് പതിയെ പുറത്തേക്കിറങ്ങി. കല്യാണി കുറച്ചു നേരം കട്ടിലിൽ തന്നെ ഇരുന്നു. എന്നിട്ട് പതിയെ എഴുന്നേറ്റ് കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്നു. ഞാനുണ്ട് കൂടെ. എനിക്ക് വേണ്ടിയാകണം നീ ഇന്ന് ഒരുങ്ങാൻ എന്ന്
ആദി പറഞ്ഞത് കല്യാണി ഓർത്തു. വേഗം മുഖം തുടച്ച് മീനി കൊണ്ടുവന്ന സാരിയും ആഭരണങ്ങളും അണിഞ്ഞു കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്നു. അപ്പോഴേക്കും വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ട് കല്യാണി ചെന്ന് വാതിൽ തുറന്നപ്പോൾ ചെറിയമ്മമാർ മുറിയിലേക്ക് കയറി വന്നു. ഞങ്ങൾക്കറിയാം നീ നന്നായിട്ടൊന്നും ഒരുങ്ങുക പോലും ചെയ്യില്ല എന്ന്, അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. വാ എന്ന് പറഞ്ഞ് ചെറിയമ്മ അവളെ കണ്ണാടിയുടെ മുന്നിൽ കൊണ്ടുവന്ന് ഇരുത്തി. അവളെ അണിയിച്ചൊരുക്കി. മുടിയിൽ മുല്ലപ്പൂവും ചൂടി അവളെ മനോഹരിയാക്കി. അവളും ആദിക്ക് വേണ്ടിയാണ് ഒരുങ്ങിയത്. മുറിയിലേക്ക് മുത്തശ്ശിയും അമ്മയും കടന്നു വന്ന് അവളെ അടിമുടി നോക്കി. മുത്തശ്ശിയുടെ മോള് സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. ഈ ആഭരണങ്ങൾ മുഴുവനും ഈ മുത്തശ്ശിയുടെയാണ്. കല്യാണിയുടെ മുറിയിലുള്ള ആ ഫോട്ടോയിലേക്ക് കാണിച്ചുകൊണ്ട് മുത്തശ്ശി പറഞ്ഞു. ഈ ആഭരണങ്ങൾ മോളിട്ട് കാണാൻ കൊതിച്ച് താഴെ ഒരാൾ കാത്തിരിക്കുന്നുണ്ട്. മുത്തച്ഛൻ്റെ അമ്മയ്ക്ക് ശേഷം പിന്നെ മോളാണ് ഇത് അണിയുന്നത്. കല്യാണി അമ്മയെ നോക്കി. ആ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കല്യാണി കണ്ടു. കല്യാണി അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അമ്മയുടെ കൈകളിൽ പിടിച്ചു. ഒന്നുമില്ല മോളെ. മോളെ ഇങ്ങനെ കണ്ടപ്പോൾ സന്തോഷമായി. അതാണ് അമ്മയുടെ കണ്ണ് നിറഞ്ഞത്. വാ, മുത്തച്ഛനെ കാണാം. കല്യാണിയും കൂട്ടി മുത്തശ്ശിയും അമ്മയും ചെറിയമ്മമാരും താഴേക്ക് വന്നു. പടികൾ ഇറങ്ങി വരുന്ന കല്യാണിയെ നോക്കി മുത്തശ്ശനും അച്ഛനും ചെറിയച്ഛന്മാരും ഏട്ടന്മാരും അതിനേക്കാളെല്ലാം ഉപരി ആദിയും കണ്ണ് ചിമ്മാതെ നോക്കി നിന്നു. ആദി, പതിയെ, ചോര ഉറ്റാതെടാ എൻ്റെ പെങ്ങളുടെ. അവളെ നിനക്ക് തന്നെ തന്നേക്കാമടാ. അപ്പോൾ അവൾക്ക് ജീവൻ നിലനിൽക്കാനെങ്കിലും കുറച്ച് ചോര ബാക്കി വയ്ക്കടാ, കിച്ചു പറഞ്ഞു. എടാ മോനെ കിച്ചു, അവളുടെ ജീവൻ ദേ ഇവിടെയുണ്ട്, ആദി അവൻ്റെ കൈ നെഞ്ചിൽ വെച്ചുകൊണ്ട് പറഞ്ഞു. അവളുടെ നെഞ്ചിൽ എൻ്റെ ജീവനാണടാ. ഓഹോ, അങ്ങനെയൊക്കെയുണ്ടോ? ഉണ്ട് മോനെ കിച്ചു. അതുകൊണ്ടാടാ അവളുടെ ചെറിയൊരു വിഷമം പോലും ഞാൻ അറിയുന്നത്. മീനു ഒരു ട്രേയിൽ കുറച്ച് ചായക്കപ്പുകളുമായി വന്നു. മുത്തശ്ശി അത് വാങ്ങി കല്യാണിക്ക് കൊടുത്തു. മോളെ, ഇത് അവർക്ക് കൊടുക്ക് എന്ന് പറഞ്ഞു. കല്യാണി ആ ട്രേ വാങ്ങുമ്പോൾ ആദിയെ നോക്കി. അവൻ കണ്ണുകൾ ചിമ്മി കാണിച്ചു. ചെല്ലാൻ അനുവാദം കൊടുത്തു. കല്യാണി അത് വാങ്ങി ആരെയും നോക്കാതെ അവിടെ ഇരുന്നവർക്ക് ചായ കൊടുത്തു. മോളെ, ഇവിടെ ഇരിക്കുന്നവർക്ക് കൊടുക്ക്, ഇവരാണ് നമ്മുടെ ശരിക്കുമുള്ള അതിഥികൾ. കല്യാണി തലയോർത്തി മുത്തച്ഛനെ നോക്കി. അത് നമ്മുടെ കുടുംബക്കാരാണ്. ആദിയുടെ അച്ഛനും അമ്മയുമാണ്. ഇതാണ് മോളെ കാണാൻ വന്നവർ. കല്യാണി പെട്ടെന്ന് ആദിയെ നോക്കി. അവൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി അപ്പോഴും മാറാതെ ഉണ്ടായിരുന്നു. കല്യാണി മുത്തച്ഛൻ കാണിച്ചു കൊടുത്ത ഭാഗത്തേക്ക് നോക്കി ട്രേയുമായി നീങ്ങി. അവിടെ ഇരിക്കുന്ന ആളെ കണ്ട് കല്യാണി ഞെട്ടിപ്പോയി. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. എൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം മാറി, ഇപ്പോൾ ഹാപ്പിയായി. ഇന്നു മുതൽ സ്റ്റോറി എല്ലാ ദിവസവും ഇടാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ, നേരത്തെ ഈ സ്റ്റോറി കേട്ടിട്ടുള്ളവരാണെങ്കിലും ഇപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിലും നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ ഈ സ്റ്റോറിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.